നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്കൽ കാരിക്കിൻ്റെ അണ്ടറിലുള്ള ഈ ജൈത്രയാത്ര, ഇത് വെറും ഒരു ന്യൂ മാനേജർ ബൗൺസ് ആണോ അതോ പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസ് ബാക്ക്ഡ് ബൈ കാരിക്സ് ടാക്ടിക്സ്? ഈ ഒരു വിഷയമാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും പ്ലീസ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദ ഷോ. ജനുവരി 5, 2026 ഈ ദിവസമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റൂബൻ അമറമിനെ സാക്ക് ചെയ്യുന്നത്. ബോർഡുമായിട്ടുള്ള ഫോളോ ഔട്ട് കാരണമാണ് ഈ സാക്കിംഗ് നടന്നത്. പിന്നീട് അങ്ങോട്ട് 2 ഗെയിംസിനായിട്ട് ഡാരൻ ഫ്ലെച്ചറിനെ കൊണ്ടുവരുന്നു. അതിനുശേഷം മൈക്കൽ കാരിക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കെയർടേക്കർ മാനേജർ എന്നുള്ള സ്ഥാനം ഏറ്റെടുക്കുന്നു ടിൽ ദി എൻഡ് ഓഫ് ദ സീസൺ. മൈക്കൽ കാരിക് ഈ ഹെഡ് കോച്ച് ആകുന്നതിന് മുമ്പ് ബോർഡ് ഒലെ ഗുണ്ണാർ സോൾഷറിനെയും കാരിക്കിനെയും ഇൻ്റർവ്യൂ ചെയ്തു. ആർക്കാണ് ഈ ഒരു പൊസിഷൻ ഏറ്റെടുക്കുന്നതിന് ആപ്റ്റ് ആയിട്ടുള്ളത് എന്നത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ റിപ്പോർട്ട്സ് അനുസരിച്ച് ഒലെ ഗുണ്ണാർ സോൾഷർ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ടീമിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയി ചാമ്പ്യൻസ് ലീഗ് പൊസിഷനിലേക്ക് എത്താൻ സാധിക്കുവാണെങ്കിൽ ഹീ വോണ്ട് ദ പെർമനൻറ്റ് മാനേജർ ജോബ്. പക്ഷേ കാരിക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഹിസ് ഇമ്പോർട്ടൻസ് ഇസ് ഗെറ്റിംഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടു ദ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട്. അതുമാത്രമാണ് തൻ്റെ മൈൻഡിലുള്ളതും. അല്ലാതെ ഒരു പെർമനൻറ്റ് മാനേജർ എന്നുള്ള കാര്യം മുന്നിൽ കണ്ടുകൊണ്ടല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഏറ്റെടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് എന്നാണ് കാരിക്ക് അറിയിച്ചത്. അങ്ങനെ ബോർഡിൻ്റെ മുമ്പിൽ ഈ 2 കാൻഡിഡേറ്റ്സിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കാരിക്കാണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് കൂടുതൽ ആപ്റ്റ് എന്നുള്ളത്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഈ ഡസ് നോട്ട് ഹാവ് എനി ഡിമാൻഡ്. ടീമിനെ മുമ്പോട്ട് നയിക്കുക, ടീമിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്നും അവരെ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിൽ എത്തിക്കുക എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമാണ് കാരിക്കിന് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ബോർഡ് ഈ ഒരു ഡിസിഷൻ എടുത്തു. കാരിക്കിൻ്റെ മുമ്പിലുള്ള ഏറ്റവും ദുർഘടം പിടിച്ചിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 2 ഗെയിംസ് മാഞ്ചസ്റ്റർ സിറ്റിയും പിന്നെ ആർസണലിൻ്റെ ഹോം ഗ്രൗണ്ടിലും കൂടെയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ഫുൾഹാം, ടോട്ടൻഹാം ആൻഡ് വെസ്റ്റ് ഹാം. അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ടീംസാണ്. വെസ്റ്റ് ഹാം കുറച്ചുകൂടെ ലോവർ ലെവലിൽ നിൽക്കുന്ന ടീമാണെങ്കിൽ പോലും ദേ ആർ പ്ലേയിങ് ബെറ്റർ. അവർ കുറച്ചൊന്ന് ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം കാരിക്കിന് മുമ്പിൽ ഇറ്റ് വാസ് നോട്ട് എ ഈസി ടാസ്ക്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റീനെ നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ തോൽപ്പിച്ചു. പിന്നെ അതിനുശേഷം ആർസണലിന് അവരുടെ സ്റ്റേഡിയത്തിൽ പോയിട്ട് ഈ സീസണിലെ ആദ്യത്തെ ഹോം ലോസ് നൽകിയിട്ടാണ് കാരിക്ക് തൻ്റെ ജൈത്രയാത്ര തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് ഫുൾഹാമിനെ നമ്മൾ കണ്ടു തോൽപ്പിച്ചു, അതും ഇഞ്ചുറി ടൈമിലെ സെസ്കോ ഗോളിലൂടെ. പിന്നെ ടോട്ടൻഹാമിനെ കൺവിൻസിങ് ആയിട്ട് തോൽപ്പിക്കുകയുണ്ടായി. പിന്നെ വെസ്റ്റ് ഹാമിനെ വീണ്ടും ഇഞ്ചുറി ടൈമിൽ നേടിയ ഗോളിൽ നമ്മൾ ആ ഡ്രോ പിടിച്ചു. അങ്ങനെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അണ്ടർ കാരിക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതുവരെയ്ക്ക് തോൽവി അറിയാതെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇത് വെറും ഒരു ന്യൂ മാനേജർ ബൗൺസ് ആണോ അതോ അത് ടീം മെമ്പേഴ്സ് അല്ലെങ്കിൽ പ്ലെയേഴ്സ് അത്യാവശ്യം നല്ലൊരു ടാക്ടിക്സിൻ്റെ അണ്ടറിൽ കളിക്കുന്നതുകൊണ്ടാണോ ഈ ഒരു വിജയങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലെയേഴ്സ് ആക്ച്വലി അവർ ഒരു സിസ്റ്റത്തിൽ ട്രാപ്ഡ് ആയിരുന്നു എന്നുള്ളതാണ്. ഈ സിസ്റ്റം എന്ന് പറയുന്നത് റൂബൻ അമറമിൻ്റെ അണ്ടറിലുള്ള ബാക്ക് 3 സിസ്റ്റം. ആ ബാക്ക് 3 കളിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പ്ലെയേഴ്സ്, ഫ്രണ്ടിലുള്ള കളിക്കുന്ന പ്ലെയേഴ്സൊക്കെ ആണെങ്കിൽ പലപ്പോഴും എല്ലാവരും അൺനാച്ചുറൽ പൊസിഷനിലാണ് നിന്ന് കളിച്ചുകൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ ലൂക്ക് ഷോ ആണെങ്കിൽ പോലും, ബ്രൂണോ ആണെങ്കിൽ പോലും, അമ്മാദ് ആണെങ്കിൽ പോലും ഇവരെല്ലാവരും അൺനാച്ചുറൽ പൊസിഷനിലാണ് നിന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് നൽകാൻ പറ്റുന്ന പൊസിഷനിലേ അല്ല അവർ കളിച്ചത്. അപ്പം നമ്മുടെ മെയിൻ പ്ലെയേഴ്സ്, ബ്രൂണോ തന്നെയാണ് നമ്മുടെ ടീമിലെ മെയിൻ പ്ലെയർ. അങ്ങനെ ഒരു മെയിൻ പ്ലെയറിനെ ഒരു അൺനാച്ചുറൽ പൊസിഷനിൽ കളിപ്പിക്കുക, ബ്രൂണോയുടെ ബെസ്റ്റ് എന്താ പറയുക പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ വരുമ്പം നമ്മുടെ പ്ലെയേഴ്സ് എല്ലാവരും ഒരുതപ്പെട്ട ട്രാപ്പിൽ തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കാരിക്കിൻ്റെ അണ്ടറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് ലൈക്ക് എനിത്തിങ് മാജിക്കൽ. വലിയ ഒരു എന്തോ വലിയ സംഭവങ്ങളൊന്നും അല്ല നടത്തിയത്.
പ്ലെയേഴ്സ്, ഈ സെയിം പ്ലെയേഴ്സിനെ അവർക്ക് സൂട്ട് ആവുന്ന ബെസ്റ്റ് പൊസിഷനിൽ കൊണ്ട് പ്ലേസ് ചെയ്തു. അതാണ് ക്യാരിക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബ്രൂണോനെ ആ ഡബിൾ പിവോട്ട് കാശ്മീരോടെ കൂടെ നിൽക്കുന്ന സ്ഥാനം മാറ്റിയിട്ട് ബ്രൂണോനെ ഫ്രീഡം കൊടുത്തിട്ട് ഏറ്റവും അവസാനം ബ്രൂണോയുടെ നാച്ചുറൽ പൊസിഷനിൽ കൊണ്ട് ഇട്ടുണ്ട്. കോബി മെയിനും റൂബൻ അമറിന്റെ അണ്ടറിൽ കളിക്കാതിരുന്ന നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അക്കാഡമിയിൽ നിന്ന് കഴിഞ്ഞ ഒരു 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടാലൻ്റ് ആയിട്ടുള്ള കോബി മെയിനുവിനെ പുറത്തിരുത്തി. ആ കോബി മെയിനുവിനാണ് ക്യാരിക്ക് കൊണ്ടുവന്നിട്ട് മിഡ്ഫീൽഡിൻ്റെ നടുക്കൊണ്ട് പ്ലേസ് ചെയ്യുന്നത് കാശ്മീരുടെ കൂടെ. എന്ത് സംഭവിച്ചു? കോബി മെയിന് വന്നിട്ട് സിറ്റിയും ആർസണലുമായിട്ടുള്ള കളിയിൽ, ഈവൻ ഫുൾഹാമുമായിട്ടുള്ള കളിയിലൊക്കെ ലൈക്ക് ഹി ഡോമിനേറ്റഡ് ദറ്റ് മിഡ്ഫീൽഡ്. ആ മിഡ്ഫീൽഡിൽ നിന്ന് ഹി വാസ് ഡിക്റ്റേറ്റിംഗ് ടേംസ്. അത് തന്നെയാണ് നമ്മൾ കണ്ടത്. ആ ഫ്രീഡം കൊടുത്തൊരു പ്ലെയറിൽ ആത്മവിശ്വാസം കൊടുത്ത് ലൈക്കിനോ ആ പ്ലെയറിന് കോൺഫിഡൻസ് കൊടുത്തിട്ട് കൊണ്ട് ഇറക്കുവാണ് ആ പൊസിഷനിൽ. നീ ഇതിൻ്റെ നാച്ചുറൽ പൊസിഷനിൽ കളി, ബെസ്റ്റ് പൊസിഷൻ ടീമിലേക്ക് താ എന്ന് പറയുമ്പോൾ അത്രയും നാളും വരെ മറ്റേ ചങ്ങലയിൽ കെട്ടിപ്പൂട്ടി വെച്ചിരുന്ന ഒരു വ്യക്തിനെ ചങ്ങല അഴിച്ചു വിടുമ്പോൾ എങ്ങനെ കളിക്കും? ആ ഫ്രീഡത്തിലും ആ സന്തോഷത്തിലുമാണ് കോബി മെയിനു കളിച്ചുകൊണ്ടിരുന്നത് വിത്ത് എ സ്മൈൽ ഓൺ ഹിസ് ഫേസ്. ക്യാരിക്ക് ചെയ്തത് അത് തന്നെയാണ്. പ്ലെയേഴ്സിനെ അവരവരുടെ നാച്ചുറൽ പൊസിഷനിലേക്ക് കൊണ്ട് പ്ലേസ് ചെയ്യുകയും ചെയ്തു. പിന്നെ അവർക്ക് ഫ്രീഡം ടു എക്സ്പ്രസ് ദംസെൽവ്സ്. അതാണ് ക്യാരിക്ക് കൊടുത്ത അനുവാദം. നിങ്ങൾ പോയി നിങ്ങൾക്ക് പറ്റുന്ന കാര്യം നിങ്ങളുടെ പൊസിഷനിൽ, നിങ്ങൾ ഇത്രയും നാളും ഇതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് നിങ്ങളെ സഹായിച്ചിട്ടുള്ള നിങ്ങളുടെ ബെസ്റ്റ് ഇൻസ്റ്റിങ്സും എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയിട്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യൂ, ഫ്രീഡത്തോടുകൂടി കളിക്കൂ, സന്തോഷത്തോടും ആത്മവിശ്വാസത്തോടും കൂടി കളിക്കൂ എന്ന് പറഞ്ഞിട്ട് ക്യാരിക്ക് അവരെ തുറന്നു വിടുകയാണ് ചെയ്തത്. അപ്പം ഇങ്ങനത്തെ ഫ്രീഡം, ചങ്ങല പൊട്ടിച്ചു വരുന്ന ആ ഫ്രീഡം കിട്ടിക്കഴിഞ്ഞിരുന്നപ്പം പ്ലെയേഴ്സ് സ്റ്റാർട്ടഡ് ടു എക്സ്പ്രസ് ദംസെൽവ്സ് ആൻഡ് ദാറ്റ് ഗോട്ട് അസ് ദ റിസൾട്ട്സ്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്ന കാര്യം. സോ മാനേജർ ബൗൺസ് എന്നുള്ള ലെവലിലേക്കല്ല, പ്ലെയേഴ്സ് ദേ ദംസെൽവ്സ് സ്റ്റാർട്ടഡ് ടു എക്സ്പ്രസ്. അതുകൊണ്ട് അവർക്ക് ഉള്ളിലുള്ള അവരുടെ കഴിവുകളെല്ലാം നല്ല രീതിയിൽ പുറത്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പ്ലെയറിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡോർഗു ആണെങ്കിൽ അമറിന്റെ അണ്ടറിൽ ബാക്കിൽ കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാണ്. പിന്നെ ലാസ്റ്റ് അമരം 1-2 പ്രാവശ്യം ഫ്രണ്ടിൽ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഡോർഗുവിനെ പോലുള്ളൊരു പ്ലെയർ, അതും ഒരു കാളക്കൂറ്റൻ്റെ ആരോഗ്യത്തോടുകൂടി വിങ് കൈയടക്കി അത്രയും പെർഫോം ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു പ്ലെയറിനെ ഓപ്പൺ ആക്കി വിട്ടു. എന്നിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള ഫ്രീഡം കൊടുത്തു കഴിഞ്ഞിരുന്നപ്പം ഡോർഗു വെന്റ് ആൻഡ് സ്കോർഡ് 2 ബ്യൂട്ടിഫുൾ ഗോൾസ് അഗെയിൻസ്റ്റ് സിറ്റി ആൻഡ് ആർസണൽ. 2 ടീമിനെതിരെയും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു, നല്ല രീതിയിൽ ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു. സോ അത് തന്നെ ഒരു എക്സാമ്പിളാണ്. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് കോബി ഉണ്ട്, പിന്നെ മാർട്ടിനസ് ഒക്കെ ആണെങ്കിലും ബാക്കിൽ നല്ല രീതിയിൽ ഡിഫൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. ക്യാരിക്ക് ചെയ്ത മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ കസമീറോ ഈ ഒരു സമയത്ത് അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യമുണ്ട്. അമറിന്റെ അണ്ടറിൽ കസമീറോയുടെ കൂടെ ബ്രൂണോ ആണ് കളിച്ചുകൊണ്ടിരുന്നത്. സോ നമുക്കറിയാം ബ്രൂണോ ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. സോ ഈ ഓൾവേസ് വാണ്ട്സ് ടു മൂവ് ഫോർവേഡ്. അപ്പോൾ ബോൾ കിട്ടിയിട്ട് ഫോർവേഡ് കളിച്ചിട്ട് ഗെയിം ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കസമീറോ പലപ്പോഴും ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. സോ ആ ഡബിൾ പിവോട്ട് പൊട്ടിയിട്ട് കസമീറോ ഒറ്റപ്പെട്ടു പോകുന്നു. പിന്നെ മിഡ്ഫീൽഡ് ഓപ്പൺ ആകുന്നു. അങ്ങനെയാണ് പല സാഹചര്യങ്ങളിലും നമ്മുടെ എതിർ ടീം ബോളും കൊണ്ട് മിഡ്ഫീൽഡിലേക്ക് അകത്തോട്ട് കയറി വരുന്ന സമയത്ത് കസമീറോ ഒറ്റപ്പെടുന്നു. പിന്നെ കസമീറോനെ കടന്ന് അവിടെ അവർ അറ്റാക്കിലേക്ക് നമ്മുടെ ഡിഫൻസിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രൂണോയുടെ നാച്ചുറൽ പൊസിഷനിൽ കളിപ്പിക്കാതിരുന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ക്യാരിക്ക് ആ കാര്യം എടുത്ത് മാറ്റി ബ്രൂണോയ്ക്ക് ഫ്രീഡം കൊടുത്ത് ഫ്രണ്ടിൽ ഇട്ടു, നിന്റെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും, കോബി മെയിനുവിനെ ആ പൊസിഷനിൽ കൊണ്ടിട്ട്. അപ്പം ഇവർ തമ്മിൽ, കോബി മെയിനുവും കസമീറോവും തമ്മിൽ ഒരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇവർ തമ്മിലുള്ള എന്തോ സംഭവം എന്ന് പറഞ്ഞാൽ ദേ കെപ്റ്റ് ഇറ്റ് ഇൻടാക്ട്. അവർ തമ്മിൽ കൂടുതൽ സ്പേസ് കൊടുക്കാനായിട്ട് ക്യാരിക്ക് അനുവദിച്ചില്ല. സോ ക്യാരിക്ക് ടീമിനെ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അതേപോലെയാണ്. കസമീറോവും കോബി മെയിനും എപ്പോഴും ചേർന്ന് നിൽക്കുകയാണ്, അവർ തമ്മിലൊരു ഗ്യാപ്പില്ല. അപ്പോൾ എതിർ ടീം ബോളും കൊണ്ട് വരുമ്പോൾ ദേ ആർ കവറിങ് ദാറ്റ് ആസ് എ യൂണിറ്റ്. ഒരു ഡബിൾ ടീം എന്നുള്ള ലെവലിലാണ് എതിർ ടീമിൻ്റെ അറ്റാക്കുകൾ ഇവർ നേരിട്ട് കൊണ്ടുവരുന്നത്. സോ അത് കാരണം എന്തുവാ, പലപ്പോഴും എതിർ ടീമിൻ്റെ അറ്റാക്ക് അവിടം വരെ മിഡ്ഫീൽഡിൽ ഇവരുടെ പൊസിഷൻ വരെ എത്തിയിട്ട് വീണ്ടും സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. കാരണം ഇവരെ ക്രോസ് ചെയ്തിട്ട് അകത്തേക്ക് വരാനായിട്ടുള്ളത് അനുവദിക്കാതെ വന്നു. സോ ദാറ്റ് ഈസ് മാസ്റ്റർ ക്ലാസ് ബൈ ക്യാരിക്ക് ഗെയിം കൺട്രോൾ ചെയ്തെന്ന് വെച്ചിരുന്നാൽ വൈബ്സിലൊന്നും അല്ല, പ്രോപ്പർ ടാക്ടിക്സിൽ തന്നെയാണ്. സോ ഈ ടാക്ടിക്സിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന വേറൊരു മേജർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റീവ് ഹോളണ്ട് എന്നുള്ള രണ്ടാമനാണ്. സ്റ്റീവ് ഹോളണ്ട് ഇംഗ്ലണ്ടിൻ്റെ
കഴിഞ്ഞ ഗാരത്ത് സൗത്ത്ഗേറ്റ് നിന്ന സമയത്തുള്ള കോച്ചായിരുന്നു. അതിന് മുമ്പ് ചെൽസിയിൽ ആൻസലോട്ടിയുടെ അണ്ടറിൽ, പിന്നെ അതിനുശേഷം മൊറീനോയുടെ അണ്ടറിൽ ഒക്കെ ടീമിൻ്റെ കോച്ചായിട്ടുള്ള രീതിയിലുള്ള വാസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചാണ്. സോ ഹീ ഈസ് എ മാസ്റ്റർ ടാക്ടീഷ്യൻ. പലപ്പോഴും ഈ ഡ്രിൽസും പിന്നെ അതിനുശേഷം ടീമിലെ കോച്ചിങ് സംഭവങ്ങളിലൊക്കെ മെയിനായിട്ട് ഇൻഫ്ലുവൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്റ്റീവ് ഹോളൻഡാണ്. സോ ഹോളൻഡ് എന്നുള്ള ഈ ഒരു മാസ്റ്റർ ടാക്ടീഷ്യനെ കാരിക്ക് കൊണ്ടുവന്നതോടുകൂടി കാരിക്കിനും അതൊരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. സോ നമുക്കറിയാം കാരിക്ക് ഇതിനു മുമ്പ് ഒലെയുടെ കൂടെ ഉണ്ടായിരുന്നു. സോ ഒലെ ആദ്യത്തെ ടൈമിൽ, അതായത് കെയർടേക്കർ കോച്ചായിട്ട് വരുന്ന സമയത്ത് ലൈക്ക് എത്രയോ ഗെയിംസ് അടുപ്പിച്ച് ജയം നടന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓലെ ഡിഡ് നോട്ട് ഡു ഇറ്റ് അലോൺ. ഓലെ ഒരു മാനേജർ എന്നുള്ള ലെവലിലേക്ക് നിന്നിട്ടുള്ളതാണ്. പക്ഷേ ബാക്കി കോച്ചിങ്ങും കാര്യങ്ങളും കൂടുതൽ നടന്നിക്കൊണ്ടിരുന്നത് കാരിക്കും പിന്നെ മെക്കന്നയും കൂടെ ചേർന്നിട്ടാണ്. സോ കാരിക് വാസ് ഓൾസോ എ പാർട്ട് ഓഫ് ദാറ്റ് സിസ്റ്റം വെയർ ഓലെ ഹാഡ് എ ഗുഡ് റൺ അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തി, ഒരു ടാക്ടീഷ്യനാണ് കാരിക്. സോ വെൻ ഹീ ഗോട്ട് ഹിസ് ഓൺ ടീം, അപ്പോൾ അത്രയും നാളത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം അലോങ് വിത്ത് സ്റ്റീവ് ഹോളൻഡ് ഹീ കുഡ് ബ്രിങ് ഇറ്റ് ടു ദ ടീം. അപ്പം ടീമിൻ്റെ ടാക്ടിക്സിലെല്ലാം ഇവർ തമ്മിൽ ഒരു വലിയ സിങ്ക് ഉണ്ട്. പിന്നെ കാരിക്കിൻ്റെ ഒരു മാനേജറിയൽ സ്റ്റൈൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗെയിംസിൽ നമ്മൾ ആംബ്രമിൻ്റെ അണ്ടറിലൊക്കെ കണ്ടു. ആംബ്രമോ അല്ലെങ്കിൽ അതിന് മുമ്പ് ടെൻ ഹാഗൊക്കെ ആയിരുന്ന സമയത്തും ആ ടച്ച് ലൈനിൽ നിന്നിട്ട് നമ്മുടെ പുറത്തുള്ള മാനേജറുടെ സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് പലപ്പോഴും ഗെയിമിൻ്റെ ഇടയ്ക്ക് കിടന്ന് അവിടെ നിന്നിട്ട് ബാർക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അത് ചെയ്ത് ഇത് ചെയ്യുക അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷേ കാരിക്കിൻ്റെ അണ്ടറിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കാരിക്ക് ഇതണക്കത ഇത് കൈയും കെട്ടിയിട്ട് അവിടെ നിന്ന് ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ അതിൽ നിന്നും ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു മാനേജറെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ഹീ ഈസ് ഓൾറെഡി ഇൻഫോംഡ് ടാക്ടിക്സ്. ടീമിന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് ഓൾറെഡി പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു കോച്ചാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി അധികം മാറ്റങ്ങളോ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട കാര്യമില്ല. ബിക്കോസ് ഈസ് ഓൾറെഡി ഗിവൺ ദറ്റ് ഇൻസ്ട്രക്ഷൻസ് ടു ദി ടീം. അപ്പോൾ ടീം അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ടീമിന് അനുവാദം കൊടുത്തിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് പറഞ്ഞാൽ ലൈക്ക് എക്സ്പ്രസ്, ഗോ ആൻഡ് എക്സ്പ്രസ്. അപ്പം കളിയുടെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുവാണെങ്കിൽ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുവാണെങ്കിൽ he is given freedom for the players to identify it. അതിനനുസരിച്ചുള്ള ചേഞ്ച് ഇൻ ഗെയിമിൽ തന്നെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ടീമിലേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ ഫുൾ ഹാമുമായിട്ടുള്ള ഗെയിമിലാണെങ്കിലും പിന്നെ വെസ്റ്റ് ഹാമുമായിട്ടുള്ള ഗെയിമിലൊക്കെ ആണെങ്കിലും നമ്മൾ ആ ഗോൾ അടിച്ച്, അവർ ഗോൾ അടിച്ചിട്ട് നമ്മൾ പുറകെ നിൽക്കുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഫുൾ ഹാമുമായിട്ട് നമ്മൾ 2-2 ഡ്രോ പിടിച്ച് അവർ ഗോൾ അടിച്ചിട്ട് ഡ്രോ പിടിച്ചിട്ട് നമുക്ക് ജയിക്കേണ്ട സിറ്റുവേഷനിലൊക്കെ ആണെങ്കിലും പ്ലെയേഴ്സ് അവർ എന്താ പറയുക, അവർ തന്നെയാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്ത് മാറ്റം വരുത്തണം എന്നുള്ള ഇത് കൊണ്ടുവന്നതും ദേ മേഡ് ദറ്റ് ചേഞ്ച്. അതുവഴിയാണ് സെസ്കോഡ് ആ ഗോൾ വരുന്നത്. പിന്നെ വെസ്റ്റ് ഹാമിനെതിരായിട്ടുള്ള കളിയിലും ലാസ്റ്റ് സെസ്കോ ഗോൾ അടിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ പ്ലെയേഴ്സ് സ്റ്റാർട്ടഡ് ടു ഐഡൻറ്റിഫൈ ദ വീക്ക്നെസ് ആൻഡ് ദേ ട്രൈ ടു മേക്ക് ദ ചേഞ്ച് ദംസെൽഫ്. അല്ലാതെ കാരിക്ക് അവിടെ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനത്തെ ഉള്ളതൊന്നുമല്ല. പ്ലെയേഴ്സിന് ആ ഒരു ഫ്രീഡം കൊടുത്തിട്ടുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഈ ഒരു മാനേജർ ബൗൺസ് എന്ന് ഒരിക്കലും ഇതിന് വിളിക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ബിക്കോസ് കാരിക് ഹാസ് ഗിവൺ ദം ഫ്രീഡം ടു എക്സ്പ്രസ്. അങ്ങനെ സ്വന്തമായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു അനുവാദം കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഈ പ്ലെയേഴ്സിന് അവർക്ക് അത് എന്താ പറയുക റെസ്പോൺസിബിൾ ആവും. അവർക്ക് അത് എന്ത് ചെയ്യണം എന്ന് കറക്റ്റായിട്ട് ടീം ബോണ്ടിങ് സംഭവങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇൻ ഗെയിമിൽ സംഭവിക്കുന്നുണ്ട്. അപ്പം പ്ലെയേഴ്സൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വളരെയധികം ഹാപ്പി ആയിട്ടാണ് തോന്നുന്നത്. മറ്റേത് പറഞ്ഞാൽ ആംബ്രമിൻ്റെ സിസ്റ്റത്തിൽ നമ്മൾ കളിക്കുമ്പോൾ പല പ്ലെയേഴ്സും കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പോൾ ബാക്ക് 3 ഇങ്ങനെയാണ് സിസ്റ്റം, ആ ബോൾ അവിടെ വരുമ്പോൾ ഒരു പ്ലെയർ അവിടെ പോകണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞൊരു സിസ്റ്റത്തിൽ കെട്ടിപ്പൂട്ടിയിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് അതിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചിട്ട് ഇവർക്ക് ആ ഒരു ഫ്രീഡം കൊടുത്തത്. സോ ഐ ഡെഫിനറ്റ്ലി തിങ്ക് ദാറ്റ് this is expression by the players themselves with pure tactics by the coach. Players നല്ല രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നു. ദേ ആർ എൻജോയിങ് ദ ഗെയിം. അവർ വളരെയധികം ഹാപ്പി ആയിട്ട് കാണപ്പെടുന്നു. സോ ഇതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നുള്ളൊരു കാര്യം. സോ വാട്ട് ഡു യു തിങ്ക്? ഇതൊരു മാനേജർ ബൗൺസ് ആണോ ഈ ഒരു 5 കളികളുടെ പെർഫോമൻസ്, അതോ ഇതിൻ്റെ പിന്നിൽ ഇത് കണക്ക് കാരിക്കിൻ്റെ പ്ലാൻ ഉണ്ടോ, മാസ്റ്റർ ടാക്ടിക്സ് വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പ്ലീസ് പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ. സോ യൂഷ്വലി ബൗൺസ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ന്യൂ മാനേജർ ബൗൺസ് സംഭവിക്കുന്ന പറഞ്ഞാൽ
ഒരു മാനേജറിൻ്റെ ടാക്ടിക്സ് പോരാതെ ടീം മോശം പ്രകടനം കഴിഞ്ഞിട്ട് ഒരു ക്ലബ്ബ് അയാളെ സാക്ക് ചെയ്തിട്ട് ഒരു പുതിയ മാനേജർ വരുമ്പോൾ പ്ലെയേഴ്സ് എന്താ ചെയ്യുക? അവർ നോക്കുമ്പോൾ ഓക്കെ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു കുറച്ച് വർഷങ്ങളിലേക്ക് ഇതായിരിക്കും മാനേജർ. അപ്പോൾ ഈ മാനേജറിനെ ഞാൻ ഇംപ്രസ് ചെയ്യണം, അതുകൊണ്ട് നല്ല രീതിയിൽ കളിക്കണം എന്ന് വെച്ചിട്ടാണ് ഓരോ പ്ലെയേഴ്സ് സാധാരണ കളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ കാരിക്ക് ഒരു പുതിയ മാനേജർ എന്ന് പറഞ്ഞാൽ കെയർ ടേക്കർ മാനേജറാണ്. അപ്പോൾ ഈ പ്ലെയേഴ്സിന് അറിയാം ദിസ് മാനേജർ വുഡ് ബി ദെയർ ഓൺലി അണ്ടിൽ ദി എൻഡ് ഓഫ് ദി സീസൺ. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വേറൊരു മാനേജർ ആയിരിക്കും വരുന്നത്. അപ്പം ഈ മാനേജറിനെ ഇംപ്രസ് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യം ഒന്നും ഈ ഒരു പ്ലെയേഴ്സിനില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും മാനേജർ ബൗൺസ് അല്ല. കാരണം ദേ വോണ്ടഡ് ടു ഷോ ദംസെൽഫ്. അല്ലാതെ ഈ ഒരു മാനേജറിൻ്റെ മുമ്പിൽ കളിച്ച് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ടീമിനെ വിജയിപ്പിക്കുക അല്ലെങ്കിൽ അതൊന്നും അല്ല. ദേ വോണ്ടഡ് ഫ്രീഡം, ദേ വോണ്ടഡ് എൻജോയ്മെൻറ്റ്, ദേ വോണ്ടഡ് ലൈക്ക് എന്താ പറയുക അവരുടെ കളി എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ആണ് അവർ നോക്കുന്നത്. ആ ഒരു കൂട് പൊളിച്ച് വന്ന് അവർക്ക് പറക്കാനായിട്ട് ചിറകുകൾ കിട്ടി. അതിൽ കൂടെയാണ് ഈ വിജയങ്ങൾ നമ്മൾ നേടിയെടുത്തത് എന്ന് വേണം എനിക്ക് പറയാനായിട്ട്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിരുന്നാൽ പ്ലീസ് പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, സോ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 1000 ഫോളോവേഴ്സിലേക്ക് എത്തിപ്പെടാനായിട്ട് എനിക്ക് കുറച്ച് ഇതും കൂടെ ഉള്ളൂ. സോ നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു 1000 ഫോളോവേഴ്സിനെ കിട്ടും. ആൻഡ് ഓൾസോ പ്ലീസ് like this video. Okay, so thank you so much for supporting. Take care. Bye.